നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ബെയിലി പാലം? നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം വയനാട്ടിലെ ഈ ഒരു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പാലം ഒലിച്ചു പോയപ്പോൾ താൽക്കാലികമായിട്ട് സൈന്യം നിർമ്മിക്കുന്ന ഒരു പാലമാണ് ബെയിലി പാലം. അപ്പം അത് എങ്ങനെയാണ് ആ ബെയിലി പാലം എന്ന് പേര് വന്നതും അതിൻ്റെ സവിശേഷതകളും ആരാണ് ലോകത്ത് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നതും എന്നാണ് നമ്മളത് നോക്കാൻ പോകുന്നത്. ലോകത്ത് ഈ ബെയിലി പാലം ആദ്യമായിട്ട് നിർമ്മിച്ചത് ബ്രിട്ടീഷ് സൈനികരായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആഫ്രിക്കയിലായിരുന്നു ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത്. എന്തുകൊണ്ടാണ് ഈ പാലത്തിന് ബെയിലി എന്ന പേര് വരാൻ കാരണം? ഈ പാലം നിർമ്മിച്ചത്, ഇതിൻ്റെ പിന്നിലെ ഈ ആശയത്തിൻ്റെ പിന്നിലെ വ്യക്തി എന്ന് പറയുന്നത് ഡൊണാൾഡ് ബെയ്ലി എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയമായതുകൊണ്ടാണ് ഈ പാലത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരിലാണ്. സൈനിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ബെയിലി പാലം നിർമ്മിച്ചു തുടങ്ങിയത്. അത് കാശ്മീരിലാണ്. കേരളത്തിൽ രണ്ടിടത്ത് നമ്മൾ ഈ പാലം നേരത്തെ നിർമ്മിച്ചിട്ടുണ്ട്. ഒന്ന് ശബരിമലയിലാണ്, രണ്ടാമത് പത്തനംതിട്ടയിലെ ഏതാനം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പാലം തകരുകയും അവിടെ ഇതുപോലെ താൽക്കാലികമായിട്ട് പാലം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ദുർഘടപരമായ ഏരിയയിൽ അടിയന്തരമായിട്ട് പണിയുന്ന പാലമാണ് ബെയിലി പാലം എന്ന് പറയുന്നത്. ഇത് വളരെ വേഗത്തിൽ പണിയാനും അതുപോലെ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാനും സാധിക്കും എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഉരുക്കും തടിയും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ഒരു സൈഡിൽ, ഒരു പുഴയുടെ ഒരു സൈഡിൽ നമ്മൾ പാലം നിർമ്മിച്ച് ഇത് മറുകരയിലേക്ക് തള്ളി നീക്കി ആണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളിത് കണ്ടിട്ടുണ്ടാകും. കാരണം നമ്മളിത് 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വാർത്തകളൊക്കെ. അപ്പം ഇതിങ്ങനെയാണ് ബെയിലി പാലം എന്നൊരു പെട്ടെന്ന് അടിയന്തരമായി നിർമ്മിക്കുന്ന ഒരു പാലം ലോകത്ത് കണ്ടുപിടിച്ച ബ്രിട്ടീഷുകാരാണ്. അതിനുശേഷം നമ്മൾ പല രാജ്യങ്ങളിൽ ലോകത്തെല്ലായിടത്തും ഈ ബെയിലി പാലം അടിയന്തരമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.